അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഹണി ഗ്ലേസ്ഡ് ചില്ലി ചിക്കൻ മന്തിയുടെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാം. ഞാനിവിടെ ഉള്ളത് കെൻസ് ഹൈപ്പർ മാർക്കറ്റ് അജ്മാനിലാണ്. ഈ ഒരു റെസിപ്പിക്ക് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് റിയൽ ടേസ്റ്റ് ബ്രാൻഡിൻ്റെ സ്പൈസ് പൗഡേഴ്സാണ്. മീറ്റ് മന്തി മസാല പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ പെപ്പർ പൗഡറും അതിൻ്റെ കൂടെ ലോങ് ഗ്രെയിൻ ബാസ്മതി റൈസാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്ക് ടു റെസിപ്പി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ജ്യൂസി ആൻഡ് ടെൻഡർ ആവാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കുറച്ച് ഉപ്പും വിനീഗറും ഇട്ടിട്ട് ചിക്കൻ ഒന്ന് 15 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം മാരിനേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് റിയൽ ടേസ്റ്റ് ബ്രാൻഡിൻ്റെ മന്തി മസാല പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെപ്പർ പൗഡർ, സോൾട്ട്, ഓയിൽ, ലെമൺ ജ്യൂസ് ഇതൊക്കെ ഇട്ടിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ലോങ് ഗ്രെയിൻ റൈസ് ഒന്ന് വാഷ് ചെയ്ത് അത് ഒരു 15-20 മിനിറ്റ്സ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇതിന് ശേഷം നമുക്ക് ഒരു ഹെവി ബോട്ടം കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു 20 മിനിറ്റ്സ്. ആ സെയിം പാനിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് ക്യുമിൻ സീഡ്സ്, കൊറിയാൻഡർ സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കം, അണിയൻസും മന്തി മസാലയുടെ പൗഡറും ആഡ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഉപ്പും ഡ്രൈഡ് ലെമനും അതിൻ്റെ കൂടെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ലോങ് ഗ്രെയിൻ റൈസ് ആഡ് ചെയ്ത് കൊടുക്കും. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു ഫൈനൽ ടച്ചിന് റെഡ് ചില്ലി ഫ്ലേക്സ്, ടൊമാറ്റോ കെച്ചപ്പ് ആൻഡ് ഹണി ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നമ്മുടെ ചിക്കനിലോട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഒരു സോസ് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഒരു 1 to 2 മിനിറ്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. റൈസിൻ്റെ വാട്ടറൊക്കെ ഇവാപ്പറേറ്റ് ആയതിനു ശേഷം നമുക്ക് ചിക്കൻ്റെ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. മന്തിയുടെ ആ ഓവറോൾ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് വിൽ ജസ്റ്റ് ബേൺ എ ചാക്കോൾ. ഫുൾ സീൽ ചെയ്തിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് ദം ചെയ്തെടുക്കാം. ഈ ഫുൾ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. എന്തായാലും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.